ആളുകൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ പരുഷമായ അനുഭവങ്ങളുണ്ടാവും. 13.77 അപ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തനബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഇന്നക നിങ്ങൾ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഖൗമിൻ്റെ അടുത്തേക്കാണ്, അത് സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാകണം, ജാഗ്രത ആവശ്യമാണ്. സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അവസ്ഥകളൊക്കെ വ്യത്യസ്തമായി വരും. അത് നേരത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ്. മറ്റേ എവിടെ ചെന്ന് ദൈവത്തെത്തിയാലും കൂലി ഉണ്ടാവും, അതെല്ലാം മുത്തനബി അവിടെ പറഞ്ഞു. നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിൻ്റെ അസ്തിത്വം, മനഃശാസ്ത്രം, സാംസ്കാരിക അവസ്ഥ, ഭൗതിക ചുറ്റുപാടുകൾ, സാമ്പത്തിക അവസ്ഥകൾ, ഒരുപാട് കാര്യങ്ങൾ. അത് തീരെ ഉണ്ടായിരുന്നില്ല മൂസാ നബി ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും ചെന്നപ്പോഴാണ്. തീർത്തും അള്ളാഹിൻ്റെ സന്ദേശങ്ങൾക്ക് എതിരായിരുന്നില്ല അവന്. മൂസാ നബി മനസ്സിലാക്കുന്നു, അവരെന്നെ കൊല്ലും, അവർക്കതിന് ന്യായീകരണമുണ്ട് എന്ന് ഖുർആൻ ഒരിടത്ത് പറഞ്ഞ അതാണ്. ഇന്നി അഖാഫു അൻ യഖ്തുലൂൻ, അതുകൊണ്ട് എൻ്റെ ഇക്കാക്കാനെയും കൂടി എനിക്ക് സഹായിയായി വെച്ച് തരണം എന്നാണ് പറഞ്ഞത്. വാഖി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ലിസാനൻ ഫഅർസിൽഹു മഅ യരീദ് അൻ യുസദ്ദിഖുനി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. അപ്പോൾ പ്രബോധകന് നേരത്തെ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ച് ബോധമുണ്ടായിരിക്കണമെന്നാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ താല്പര്യം അതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ദാറുൽ ഹുദ ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ പോളിസിക്ക് എതിരാണ്. കേരളത്തിൽ എവിടെയും ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കുകയില്ല എന്നാണ് ദാറുൽ ഹുദയുടെ രീതി, നയം, പോളിസി. ഓഫ് ക്യാമ്പസ് പറഞ്ഞാൽ ദാറുൽ ഹുദ തന്നെ ബിൽഡിംഗ് നിർമ്മാണമൊക്കെ നടത്തും, അവിടെ സ്ഥാപനം തുടങ്ങും, ഉസ്താദന്മാരുടെ ശമ്പളം, വിദ്യാർത്ഥികളുടെ ഭക്ഷണം തുടങ്ങിയ എല്ലാ ചെലവുകളും 100% ദാറുൽ ഹുദ ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അതിനെതിരാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഇത് നമ്മൾ പുല്ലാമലയിൽ ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. ഈ പറഞ്ഞതിനെ കണ്ടീഷനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നത് ഇവിടുത്തെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ 10, 15, 20 കൊല്ലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം. ഈ അഭിസംബോധിത സമൂഹത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത് എന്നത് പുതിയ ഒരു കാഴ്ചപ്പാടല്ല. 20-ാം നൂറ്റാണ്ടായപ്പോൾ 21-ാം നൂറ്റാണ്ടായപ്പോൾ പുതിയ പല രീതി ഉണ്ടായല്ലോ. അപ്പോൾ അതിൽപ്പെട്ടതാണെന്ന് വിചാരിക്കേണ്ട. 1500 കൊല്ലം മുമ്പുള്ളതാണ്. അല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാം വന്ന 7000-8000 കൊല്ലം മുമ്പുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നഹ്നു മആശിറൽ അംബിയാഇ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. നഹ്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളാവാം, ചിലപ്പോൾ അറബിയായ നബിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഖുറൈശികളാവാം, ഖുറൈശിയായ നബിയാണ് പറയുന്നത്. ജസീറത്തുൽ അറബ് താമസിക്കുന്നവരാകാം, നബി ജസീറത്തുൽ അറബിലാണ്. അതുകൊണ്ട് അതിന് പിന്നിൽ അതിന് ബയാൻ കൊടുത്തത് ഇഖ്തിസാസ്. നഹ്നു മആശിറൽ അംബിയ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചക സമൂഹം. ഉമിർന, ഞങ്ങൾ അനുശാസിതരായിരിക്കുന്നു, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അൻ നുനസ്സില അന്നാസ മനാസിലഹും വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. ഞങ്ങളുടെ ചുമതല ജനങ്ങളോട് ദഅവത്ത് ചെയ്യലാണ്. ആദ്യം വേണ്ടത് അൻ നുനസ്സില അന്നാസ മനാസിലഹും, ജനങ്ങളെ അവരർഹിക്കുന്ന സ്റ്റാറ്റസിൽ ഇരുത്തണം. ഇരുത്താറിന സ്റ്റൂളോ കസേര അല്ലെങ്കിൽ സോഫ എന്തിലായിരുത്തുക എന്നുള്ളതല്ല. അവരോടുള്ള അഭിമുഖീകരിക്കുന്ന രീതി,
അവരുടെ സംസ്കാരം, വിദ്യാഭ്യാസാവസ്ഥ, സാമ്പത്തിക സാഹചര്യങ്ങൾ, ജനങ്ങളുടെ നേതൃതലങ്ങളിലുള്ളവരാണോ എന്ന് നോക്കിയിട്ട്, സാധാരണക്കാരോ എന്ന് നോക്കിയിട്ട്, അങ്ങനെ ഒരുപാട് വശം പരിഗണിച്ച് വേണം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്ന് ഞങ്ങൾ പ്രവാചക കുടുംബത്തോടൊക്കെ കൽപ്പനയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അന്നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം, പിന്നെ അവരുടെ മാനസികാവസ്ഥ വെച്ച് അവരോട് സംസാരിക്കണം. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ മൂസാ നബി ചെയ്യുന്നത് ഹല്ലക ഇലാ അൻ തസക്ക, അല്ല ഫിറഔനെ നിനക്ക് നന്നാവണ്ടേ, ഹല്ലക ഇലാ അൻ തസക്ക വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ശ ഫഅറാഹുൽ ആയതൽ കുബ്ര ഫകദ്ദബ വഅസ. നിന്റെ ഈ റൂട്ട് ശരിയല്ല എന്നർത്ഥം, അതാണ് തസക്ക എന്നാണ്. ഹല്ലക ഇലാ അൻ തതസക്ക, നല്ല സംസ്കാര സമ്പന്നനായ, മാന്യതയുള്ള, യോഗ്യനായ ഒരു വ്യക്തിയാവണ്ടേ നിങ്ങൾ. അതിന് നിമിത്തം എന്നോണം ഞാൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തരാം. വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ശ, അങ്ങനെ ചെയ്തു. ഒരു അയറാബി ചോദിച്ചു നബിയോട്, എങ്ങനെ നബിയെ ജനങ്ങളൊക്കെ മരിച്ചുപോയാൽ പിന്നെ ഹയാത്താക്കൽ? അയറാബി പറഞ്ഞാൽ ഗ്രാമീണനായ അറബി, സ്കൂൾ പോയിട്ടില്ല, മദ്രസ പോയിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നർത്ഥം. അയാളോട് ഇപ്പോൾ ബിഗ് ബാങ് തിയറി പറഞ്ഞുകൊടുത്തുണ്ടായല്ലോ മനസ്സിലാവില്ല, ഫോസിലുകളെ പറ്റി പറഞ്ഞുണ്ടായല്ലോ മനസ്സിലാവില്ല, നരവംശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞുകൊടുത്തുണ്ടായൊക്കെ മനസ്സിലാവില്ല. എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. നീ താമസിക്കുന്ന മലഞ്ചെരിവിൽ മഴ പെയ്താൽ താമസിയാതെ സസ്യലതാദികൾ പൊട്ടിമുളച്ച് വരുന്നത് നീ കാണാറില്ലേ? ഓ, കാണാറുണ്ട്. കാരണം എല്ലാ മനുഷ്യനും കാണണം. അങ്ങനെയാണ് അല്ലാഹു തആല മരിച്ചവരായാത്ത. മഴ പെയ്തതിൻ്റെ ശേഷം 2, 3, 4 ദിവസം കഴിയുമ്പോൾ പൊട്ടിമുളക്കുന്ന ചെടികളെ സംബന്ധിച്ച്, സസ്യങ്ങളെ സംബന്ധിച്ച്, ലതകളെ സംബന്ധിച്ച്, വൃക്ഷങ്ങളെ സംബന്ധിച്ച് ഒന്നും ആർക്കും അറിയില്ല. അതിൻ്റെ അടയാളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്നതിന് മരിച്ചുപോയവരുടെ അടയാളമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കല്ലുമേൽ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരുണ്ടെന്ന് മാത്രം. തുറന്നു നോക്കിയ ആളെ കാണൂല. അയാൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. അയാൾ സശീരകമ്പം സമ്മതിച്ചു. ശരിയാണ്, അങ്ങനെയാണ്, ആയിക്കോട്ടെ. ഇങ്ങനെയാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത്. അത് പുതിയ ശൈലിയല്ല. അമ്പിയാക്കന്മാർ, മുസ്ലിങ്ങളും എല്ലാം സ്വീകരിച്ചിരുന്ന രീതി അതാണ്. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കണില്ല, സമയമില്ല. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വിഷയാധിഷ്ഠിതമായ ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പം ദീനിൻ്റെ എന്തെങ്കിലും ഒരു അംശം, ദീനിൻ്റെ ജീവനായ ഇൽമിൻ്റെ ഒരു അംശം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്തം, ബാധ്യതയായി കൈമാറ്റം ചെയ്യണം എന്നുള്ളതാണ് ബാധ്യത. ഞാൻ എൻ്റെ ചിലവ്, ഞാൻ ഫീസ് കൊടുത്ത് പഠിച്ചാണ്, എൻ്റെ വാപ്പ ഫീസ് കൊടുത്ത് പഠിച്ചാണ്, എനിക്കങ്ങനെ ഒരു ബാധ്യത ഞാനൊക്കെ പറയാൻ പറ്റില്ല. ഫീസ് കൊടുത്തോ ഇല്ല, അത് വേറെ വിഷയം. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണോ പഠിച്ചത് അല്ലേ, അത് വേറെ വിഷയം. ഇൽമ ഇയാൾക്ക് കിട്ടിയോ ചെയ്യുന്നുള്ളതാണ്. ഇൽമ കിട്ടിയാൽ പറഞ്ഞു കൊടുക്കണം. ഇൽമുണ്ടായാൽ ആ ഇൽമ അവന് ഉപകാരപ്പെടണം. ആ ഇൽമ ഉപകാരപ്പെടുക പറഞ്ഞാൽ എല്ലാവരും നിസ്കരിക്കാന്നല്ല, അത് ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കണമല്ലോ. അതുകൊണ്ടാണ് അതീവ ഗൗരവതരമായി കഠോരമായ ഭാഷയിൽ അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി ആലിമുൻ ലം യൻഫഅഹു ഇൽമുഹു, അന്ത്യനാളിൽ ഏറ്റവും ഘോരമായ കഠിന ശിക്ഷ ഉണ്ടാകൽ ആലിമുൻ ലം യൻഫഅഹു ഇൽമുഹു, താൻ പഠിച്ച അറിവ് സവിശേഷമായി ഉപയോഗപ്രദമാകാത്ത ആലിമ. നിസ്കരിക്കേണ്ട അത് 5ാം ക്ലാസ് മദ്രസ വരെ പഠിച്ചാൽ എല്ലാവരും നിസ്കരിക്കണ്ടാവും. ഇനി അത് പഠിക്കണമെന്നില്ല. അമ്മ വാപ്പയെ വല്യപ്പയെ വല്യമ്മയെ പഠിപ്പിച്ചു കൊടുത്താലും നിസ്കരിക്കണവരുണ്ട്.
ദക്ഷിണയുടെ മദ്രസയിലോ സമസ്തയുടെ മദ്രസയിലോ മറ്റേതെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത് ട്യൂഷൻ എടുക്കാൻ ചെന്നിട്ടോ ഏതെങ്കിലും നിൽക്കും. അത് ആലിമിൻ്റെ സവിശേഷ ഉത്തരവാദിത്വ നിർവഹണം അല്ല 5 നേരം നിൽക്കിയിരിക്കുക എന്നുള്ളത്. പിന്നെ വെള്ളിയാഴ്ച കുത്തുബോധലുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താ എന്നെ ബാത്തിയ കുത്തുപെടുത്തിട്ട് ഇങ്ങനെ വായിക്കുക പോകാൻ പാടാ. എല്ലാവർക്കും കഴിയുമല്ലോ. 5ാം ക്ലാസ് മദ്രസ പഠിച്ചവർക്കൊക്കെ എന്നെ ബാത്തിയ കുത്തു പോകാൻ കഴിയും. അത് ഞാൻ മോശമാക്കി നിസ്സാരാക്കി പറയല്ല. കേരളത്തിൽ ജീവിക്കുന്ന, വിശേഷ തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കുന്ന ഒരു ആലിമ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവുമായി കമ്പയർ ചെയ്യണം, തുലനം നടത്തണം, മുഖാറന നടത്തണം. ഇൽമ കൊണ്ടല്ലാതെ സമൂഹത്തിന് മാറ്റം വരില്ല. ഇൽമ ദീനിയായ ഇൽമ വേണം. ദീനിയായ മാറ്റം വരണമെങ്കിൽ ദീനിയായ ഇൽമ വേണം. അതിനിപ്പം നമുക്ക് കിട്ടുക ഈ നവാത്യ കുത്തബ് ഓതിയാലും കിട്ടും. എനിക്ക് 7500 അല്ലെങ്കിൽ 12000 ഓതിയില്ലെങ്കിലും കിട്ടും, ദേവത്ത് നടത്തിയില്ലെങ്കിലും കിട്ടും. അങ്ങനെ ചിന്താഗതി ദീനിലില്ല. ഇത് ശമ്പളത്തിൻ്റെ ഉത്തരവാദിത്തമല്ല ഞാനീ പറഞ്ഞത്. എല്ലാം പഠിച്ചോ നമ്മൾ ഉത്തരവാദിത്തം. അതിന് പകലെന്താ കിട്ടുക എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടും. അതിന് ധാരാളമല്ലേ. نظر الله امرأ سمع مقالتي فوعاها فأداها كما سمعها. نظر الله امرأ, ഒരു മനുഷ്യന് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. മുത്തനബിൻ്റെ ദുആയാണ്. ഇജാബത്തുണ്ടാവും ഉറപ്പല്ലേ. നظر ളാദ് നൂന് കഴിഞ്ഞാൽ ളാദ്. نظر الله امرأ سمع مقالتي, ഞാൻ എന്തെങ്കിലും പ്രവചിച്ചു, പ്രതിവചിച്ചു, പറഞ്ഞു, അതൊരാൾ കേട്ടു, ഒരു ചെയ്ത് കേട്ടു. ഫവആഹ, അത് മനഃപ്പാടമാക്കി വെച്ചു. ഫഅദ്ദാഹ കമാ സമിഅഹ, എന്നിൽ നിന്ന് എങ്ങനെയാണോ അവൻ കേട്ടത് അതേപോലെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറുക. അവൻ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. ഈ മാനാക്കുള്ള റിവായത്തുകൾ വേറെയുണ്ട്. മാത്രമല്ല ഈ ദീന് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ ദീനാണ്. ലോകത്തെ മതങ്ങൾ ആകെ മൗലികമായി വിഭജിച്ച 2 ജാതിയുണ്ട്, 2 ഗ്രൂപ്പ്, 2 വിഭാഗം. ഒന്ന് ദൈവാ പ്രധാനമായ ദൈവത്ത് ദീന്, ദൈവാ പ്രധാനം അല്ലാത്ത ദൈവത്ത് ദീന്. ദൈവ അതിൽ പ്രധാന സുപ്രധാന ഘടകമാണ്. അതിൽപ്പെട്ടതാണ് ദീന്, ഇസ്ലാം, ദീനുൽ ഇസ്ലാം. എന്താ തെളിവ് എന്ന് വെച്ചാൽ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഖുൽ നബിയെ തങ്ങൾ വിളംബരം ചെയ്യണം ലോകത്തോട്. ഹാദിഹി സബീലി, എൻ്റെ നയം, എൻ്റെ പോളിസി, എൻ്റെ രീതി, എൻ്റെ പ്രവൃത്തി ഇതാ. ഇത് എന്നിട്ട് മുഷാറിലി താഴെ പറഞ്ഞു. അദ്ഉ ഇലല്ലാഹി, അദ്ഉ ഇലല്ലാഹ്, ഇതാണ് എൻ്റെ രീതി. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ ദഅവത്ത് നിർവഹിക്കും. ഞാൻ എന്നുള്ള വിശദീകരണം, ഞാൻ മാത്രമല്ല, അന വമൻ ഇത്തബഅനി, ഞാനും എൻ്റെ അനുധാവകന്മാരും എന്നെ പിന്തുടരുന്ന ആളുകളും. അതാണ് ഈ ദീനിൻ്റെ സവിശേഷത. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. ആ ദഅവത്ത് ബസീറത്തോടു കൂടിയായിരിക്കണം. നല്ല അകക്കാഴ്ച വേണം. എല്ലാ സ്ഥലത്തും ഒരേ രീതിയല്ല ദഅവത്തിന്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. ബസീറ വേണം. എവിടെ, ഏത് പ്രദേശത്ത്, ഏത് വ്യക്തിയോട്, എങ്ങനെ, എന്തെല്ലാം അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ടാണ് ദഅവത്ത് അല്ലെങ്കിൽ ആശയം അദ്ദേഹത്തിന് മുൻപിൽ വെക്കേണ്ടത്. ആ ബസീറത്ത് ഉണ്ടായിരിക്കണം. ബസാറത്ത് ഷർത്തല്ല, ബസീറത്ത് ഷർത്ത. ബസാറ കണ്ണുകൊണ്ട് കാണുക, അത് വേണമെന്നില്ല. കണ്ണു കാണാത്ത എത്രയോ പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ബസീറത്താണ് വേണ്ടത്. ഞാൻ ഇന്ന നാട്ടിലുള്ളത്, ഇന്ന സമൂഹത്തിലുള്ളത്, ഇന്ന ഗോത്രത്തിലുള്ളത്, ഇന്ന സംസ്കാരമുള്ളവർ ആളുകളുടെ ഇടയിലുള്ളത്,
ഒരു സങ്കര സദസ്സാണെങ്കിലോ അവിടെ അതിന് സവിശേഷമായ ഒരു രീതിയിലാണ് അവിടെ പറയേണ്ടത്. അഭ്യസ്ത വിദ്യന്മാരും ആരബ്ധ വിദ്യന്മാരും വിദ്യാവിഹീനരും വിദ്യാശൂന്യരും ഒക്കെയുള്ളൊരു സദസ്സാണെങ്കിൽ എല്ലാവർക്കും പറ്റിയ രീതിയിൽ പറയും. ദുർഗ്രഹമായ സിദ്ധാന്തങ്ങളുള്ളത് അവിടെ അവതരിപ്പിച്ചിട്ട് കാര്യം. തീരെ താഴ്ന്ന നിലവാരത്തിൽ ഉയർന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല. അവർ ഇത് തലയും വാലുമില്ല പോകാമെന്നാണ് പിരിഞ്ഞു പോകും. ചെറിയ പണിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊക്കെ നേരത്തെ കാണണം. പ്രീ പ്ലാനിങ് വേണം, നേരത്തെ ആസൂത്രണം വേണം. ദീനീ ദൈവത്തിനെന്നല്ല, മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പ്രീ പ്ലാൻഡ് ആയിരിക്കണം, നേരത്തെ ആസൂത്രണം ചെയ്യപ്പെട്ടതായിരിക്കണം. അതിനെന്താ തെളിവ് വെച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തത് വളരെ പ്രീ പ്ലാൻഡ് ആയ ഒരു സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രക്രിയ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ നിർവഹണമായിരുന്നു. അത് വിശദീകരിച്ച് പറയുന്നതിന് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഹിജറയിൽ എന്ത് ആവിഷ്കരണം ഉണ്ടായത്. ഉദാഹരണത്തിന് 1-2 കാര്യങ്ങൾ പറഞ്ഞു. മക്കയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ വടക്കോട്ട യാത്ര ചെയ്യേണ്ടത്. മക്കയുടെ വടക്ക് വശത്താണ് മദീന. എന്നാൽ നബി തങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തെക്കോട്ട യാത്ര ചെയ്തത്, വഴിവെച്ച് പോയതല്ല. കേവലം തെക്കോട്ട് യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും 6 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു. അതിസമർത്ഥമായൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു അത്. എന്തുകൊണ്ടെന്നുള്ളതിന് ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തും. 3 ദിവസം ഗാറ് സൗറിൽ താമസിക്കണമെന്നത് ഈ പ്ലാനിങ്ങിൻ്റെ വേറൊരു ഭാഗമായിരുന്നു. 3 ദിവസം അവിടെ താമസിച്ചു. ഈ 3 ദിവസം പൂർത്തിയാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ്, ഒരു സഹകാരിയുടെ സാന്നിധ്യം നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. 3 ദിവസം പൂർത്തിയായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് ഗാറ് സൗറിലെ ഗുഹാമുഖത്തെത്തി. ഈ 3 ദിവസം എങ്ങനെ പട്ടിണി ഇടുന്നോ? ഇല്ല, ഭക്ഷണം കിട്ടിയിരുന്നു. ഭക്ഷണം കിട്ടാൻ വേണ്ട സംവിധാനങ്ങൾ നേരത്തെ അറേഞ്ച്ഡ് ആയിരുന്നു, സംവിധാനം ചെയ്യപ്പെട്ടിരുന്നു. അസ്മാ ബീവിയായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. അതിൻ്റെ വേറൊരു ഭാഗമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏതാനും ആടുകൾ ഉണ്ടായിരുന്നു. ആടുകളെ മേച്ചിരുന്ന ഗോപാലനോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് സൗർ മലയുടെ പരിസരത്തായിരിക്കണം നിങ്ങൾ ക്യാമ്പ് ചെയ്യേണ്ടത്. മരുഭൂമിയിൽ ആടുകളെ മേച്ച് നടക്കുന്ന ആളുകൾ വൈകുന്നേരം ഒരിടത്ത് തമ്പടിക്കും. നമ്മുടെ നാട്ടിൽ താറാവ് വളർത്തുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ. ആട് പറഞ്ഞ പലർക്കും മനസ്സിലാവില്ല. അറേബ്യയിലൊക്കെ ആടുകൾ അങ്ങനെ ഇരുട്ടായാൽ വൈകുന്നേരമായാൽ സന്ധ്യയാകുമ്പോൾ അവർ പ്രത്യേക ഉപരോധം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു തടവറ പോലെ ഉണ്ടാക്കിയിട്ട് ആടുകൾ അതിൽ താമസിപ്പിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോപാലനോട് ഇങ്ങനെ നിർദ്ദേശിക്കപ്പെടാൻ കാരണം എന്താ? ആടിനെ അറുത്ത് മാംസം ഭക്ഷിക്കാനും ആടുകളുടെ പാല് കുടിക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നു. മറ്റവർക്കൊരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവില്ല. ഈ റെസിഡൻസിന് ഒരു പ്രത്യേക പോയിന്റ് ഉണ്ടാവില്ല. അവരിങ്ങനെ നടന്നെത്തി എവിടെ എത്തി അവിടെ ഈ സംവിധാനം ചെയ്യും. അതിനുള്ള ഉപകരണങ്ങൾ, എക്വിപ്മെന്റ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് യാത്ര തുടർന്നു. അവരെ റൂട്ട് വരെ പ്രത്യേകം സംവിധാനിക്കപ്പെട്ടതായിരുന്നു. ബാക്കി ഞങ്ങൾ പഠിക്കാം. ഞാൻ പറഞ്ഞു വന്നത് 1500 കൊല്ലം മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് 447 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന ഹിജറയുടെ വഴി, ഹിജറയിൽ പ്രവേശിച്ചത്, ഹിജറ പര്യവസാനിച്ചത് എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു. മുസ്ലിമിൻ്റെ ഏത് പ്രവൃത്തിയും ആസൂത്രിതമായിരിക്കണം. ആസൂത്രിതം അല്ലാതിരുന്നാലും, ടൈം ടേബിൾ തയ്യാറാക്കപ്പെടാതിരുന്നാലും കൂലി കിട്ടും അവൻ്റെ നിയ്യത്തനുസരിച്ച്.
പക്ഷെ ആസൂത്രിതമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ ഫ്രൂട്ട്സ്, അതിൻ്റെ ഗുണഫലങ്ങൾ വളരെ ഇരട്ടി മടങ്ങ് കൂടുതലുണ്ടാകും. മുത്തിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. മുത്ത് എന്ന് പറഞ്ഞാൽ അത് മാലയിൽ കോർത്താൽ അത് അതീവ സുന്ദരമായിരിക്കും. മാലയിൽ കോർത്തില്ലെങ്കിലോ അതിന് വില കുറവുണ്ടോ? വില ഒരു മണിക്ക് എത്ര റുപ്യ? 5000 റുപ്യാണെങ്കിൽ 5000 റുപ്യ എപ്പോഴും കിട്ടും, നൂലിലല്ലെങ്കിലും കിട്ടും. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. മുത്ത് മാലയിൽ കോർത്തില്ലെങ്കിലും വിലയിൽ കുറവുണ്ടാവില്ല. മുത്ത് മാലയിൽ കോർത്താൽ അതീവ സുന്ദരമായിരിക്കും. യസ്ദാദു ഹുസ്നൻ. അപ്പം നിങ്ങൾ ഈ 13%, 13.77 എന്ന് പറഞ്ഞത് തന്നെ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ, ഭിന്ന താലൂക്കുകളിൽ വ്യത്യാസമുണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതിന് ഒരു ബാക്കി ദൈവപ്രധാനമല്ലാത്തതിൻ്റെ ഒന്നിൻ്റെ ഉദാഹരണമാണ് ജൂതായിസം. വയല് പറഞ്ഞ് നസീഹത്ത് നടത്തി ദൈവത്വം നിർവഹിച്ച് ജൂതമതത്തിലേക്ക് ആളുകളെ കൂട്ടുക എന്ന ഒരു സംവിധാനം ഇല്ല. മറ്റൊരു ഉദാഹരണമാണ് ബ്രാഹ്മണിസം. ബ്രാഹ്മണന്മാർ മറ്റുള്ളവരെ ബ്രാഹ്മണിസത്തിലേക്ക് ചേർക്കുകയില്ല. അതല്ല അതിൻ്റെ രീതി. ഒരാൾ ഞാൻ ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പം നമ്മുടെ ദീന് ദൈവപ്രധാനമായ ദീനാണ് എന്നാണ് ഞാൻ പ്രധാനമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പം ആ ദൈവം നമ്മൾ നിർവഹിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമോ? എങ്ങനെയാ ദൈവത്തെ നിർവഹിക്കേണ്ടത്? ബഹുജനങ്ങളെ ബോധവൽക്കരിക്കണം. ബഹുജനങ്ങൾ പല വിധത്തിലുള്ളവരായിരിക്കും. പണ്ട് ഗൾഫിൽ നിന്ന് ഒരാൾ ഈ ഭാഗത്തുള്ള ഒരാളോട് ചോദിച്ചു, മുഹമ്മദ് നബിയെ അറിയോ? പുള്ളിക്കാരനെ പറ്റി ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരനെ പറ്റി ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. വേറൊരു ഉദാഹരണം, ഇന്നൊരാൾ എന്നോട് പറഞ്ഞത്, അയാൾ ഗൾഫിൽ ഒരു വിപുലമായി പുസ്തക വിതരണം നടത്തുന്ന ദുബൈ മക്തബത്ത് ദുബൈയിൽ ദുബൈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നൊരു കമ്പനി GCCയിൽ പല സ്ഥലത്തും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അതിൻ്റെ ദുബായിലെ ഹെഡ് ഓഫീസിൽ ഇരുന്നിരുന്ന ഒരാളുണ്ട്, നമ്മളെ സ്നേഹിതൻ. അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, AC ബുക്ക് ഉണ്ടോ? ഈ ഭാഗത്തുള്ളൊരു മുസ്ലിം, നിങ്ങൾക്ക് ക്ഷീണം തോന്നണ്ട, ഉണ്ടായ സംഭവമാണ്. AC ബുക്ക് ഉണ്ടോ? അപ്പം മൂപ്പർ ഉദ്ദേശിച്ചത് യാസീനുള്ള ഖുർആൻ്റെ ഭാഗമാണ്. മുമ്പർക്ക് യാസീനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതായിരിക്കും ഖുർആൻ്റെ യാസീനുള്ള ഭാഗം വാങ്ങി കൊടുത്തേക്കണം. അപ്പോൾ ചെറിയൊരു ഉച്ചാരണ പിശക്. യാസീൻ എന്ന് പറഞ്ഞതിനോട് AC. കാരണം AC എപ്പോഴും സുജ്ഞാതമാണ്, രാവിലെയും വൈകുന്നേരം പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം യാസീൻ എന്ന് പറഞ്ഞത് പരിചയക്കുറവുണ്ട്. അദ്ദേഹം AC എന്ന് വായിച്ചു. എന്നിട്ട് ബുക്ക് സ്റ്റാളിൽ വന്ന് അന്വേഷിക്കുകയാണ്, AC ഉള്ള ഖുർആനുണ്ടോ? ഇതൊരു സംഭവിച്ചതാണ്. ഇയാളെ പേര് മൊയിലേറാണ്, ആദിലാണ്, നുണ പറയാത്ത ആളാണ്. നമ്മളാരെയും സ്വകാര്യമായിട്ട് വന്ന് ചോദിച്ചാൽ അയാളെ പേരും നമ്പറും ഞാൻ തരും. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ അഭിസംബോധിതരിൽ. ഉള്ളേച്ച നമ്മൾ പ്രസംഗിക്കാമെന്ന് സങ്കല്പിക്കുക. ആ പ്രസംഗം കേൾക്കുന്നവരിൽ ഈ വ്യത്യസ്ത കാറ്റഗറികളിലുള്ള ആൾക്കാരുണ്ടാവും. അവരെങ്ങനെ കൈകാര്യം ചെയ്യുക? മുത്തനബി കൈകാര്യം ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ പള്ളിയിൽ മൂത്രമൊഴിച്ചു, ആളുകളെല്ലാവരും ആക്രോശിച്ച ആളെ ചുറ്റും കൂടി നബി പറഞ്ഞു, വിട്ടേക്ക്. നിങ്ങളെല്ലാവരുടെയും ആക്രോശിച്ച അയാളെ സമീപിച്ച അയാൾ നടന്ന് അല്ലെങ്കിൽ ഓടി മൂത്രമൊഴിക്കും. പള്ളി മുഴുവൻ മലിനമാകും. അപ്പം അയാൾ മൂത്രമൊഴിക്കട്ടെ. മണലാണ്, എടുത്ത് പുറത്ത് കിട്ടാൽ മതി, ബസ്, വിഷയം തീർന്നു.
രണ്ടാമത്തെ ഉദാഹരണം, ഒരാൾ നിസ്കാരത്തിൽ സംസാരിച്ചു. ഇസ്ലാമിലേക്ക് അപ്പോൾ വന്നിട്ടുള്ളൂ, സംസാരിക്കാൻ പാടില്ല, നിസ്കാരത്തിൻ്റെ വിശദമായ മസലൊന്നും അയാൾക്ക് അറിയില്ല. ആളുകളൊക്കെ വളരെ ശ്മശാനമുഖരായി നിൽക്കുകയാണ് നിസ്കാരത്തിൽ. ഇയാൾ എന്തോന്ന് ചോദിച്ചു. ബാക്കിയുള്ളവർക്ക് അറിയാം സംസാരിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ കൈയടിച്ചിട്ട് ഇങ്ങനെ തുടയിലടിച്ചിട്ട് ഒക്കെ അവരെ വിസ്മയം രേഖപ്പെടുത്തി. ഹദീസിലുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിസ്മയ പ്രകടനം കണ്ടപ്പോൾ ഇയാൾ കൂടുതൽ രോഷാകുലനായി. എന്താ നിങ്ങളെല്ലാം എന്നെ പരിഹസിക്കണത്, എന്താ നിങ്ങൾ കൈയടിക്കണത്, എന്താ അങ്ങനെ ആക്കണത്, ഇങ്ങനെ ആക്കണത്? ഒന്നും സംഭവിച്ചില്ല. സലാം കൂടിയതിൻ്റെ ശേഷം ചോദിച്ചു, നബി ചോദിച്ചു, ആരാ നിസ്കരിക്കുമ്പോൾ സംസാരിച്ച ആൾ? ഇന്ന ആളാണ്. അയാൾ വിളിച്ച് ശാന്തമായി സൗഹൃദപരമായി വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള അഭിസംബോധനത്തിന് പറ്റൂല, അള്ളാഹുമായുള്ള മുനാജാത്തിൻ്റെ സമയമാണ്. വിഷയം അവിടെയല്ല. അതിൻ്റെ ശേഷം ആ സ്വഹാബി പറയുന്നുണ്ട്, ഫവല്ലാഹി മാ റഅയ്തു മുഅല്ലിമൻ അഹ്സന മിൻഹു ഖത്തു. എനിക്ക് ഈ കാര്യം പഠിപ്പിച്ച ഉസ്താദുണ്ടല്ലോ, ഇദ്ദേഹത്തെക്കാൾ മികച്ച ഒരു അധ്യാപകരെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും അദ്ദേഹം വാചാലനാണ്. ഫവല്ലാഹി മാ ഖഹറനി വമാ സജറനി വമാ ഖഹറനി. അനിഷ്ടകരമായി, അസഹനീയമായി, അസാധാരണമായി ഒന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. എങ്ങനെ പഠിപ്പിക്കുക? നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്താണ് നിൽക്കാരാന്ന് അറിയില്ല, അങ്ങനെ പറയാൻ പാടില്ല. അയാൾ അറിയാത്തോണ്ടാ സംസാരിച്ചത്. സൗമ്യമായി, ഹൃദ്യമായി, വാത്സല്യ മനസ്കനായി അയാളോട് സംസാരിക്കണം. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്, ഹദീസിലുള്ള നബി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. വേറൊരാൾ പറഞ്ഞു, ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ വ്യഭിചാരത്തിന് എനിക്കൊരു സ്പെഷ്യൽ ഓർഡർ വേണം, അതില്ലാതെ എനിക്ക് കഴിയില്ല. വ്യഭിചരിക്കാതെ ജീവിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ട് സ്പെഷ്യൽ ഓർഡർ വേണം എന്നാണ്. എനിക്ക് പ്രത്യേകം പെർമിഷൻ വേണം. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളാണ് എന്താ പറയാ, എന്താ നീ എൻ്റെ ദീനോണ്ട് പരിഹസിക്കുക, അവഹേളിക്കുക, കളിയാക്കുക, ആളെ കളിയാക്കുക, ഒന്നും പറഞ്ഞില്ല. വേറെ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രതികൾ ഉണ്ടാവില്ല, ഒന്ന് വാദി, മറ്റൊന്ന് പ്രതി. ഇതിൽ ഇരയാകുന്ന സ്ത്രീ ഒന്നുകിൽ ഒരാളുടെ മകളോ പെങ്ങളോ ഭാര്യയോ ഉമ്മയോ ആയിരിക്കും. ചുരുക്കി പറയാം, നിന്റെ ഭാര്യ, പെങ്ങള്, മകള്, ഉമ്മ ഇവരാരെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് വിധേയരാകുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ തന്നെയല്ലേ എല്ലാ സ്ത്രീകളും. ഇനിമേൽ ഞാൻ വ്യഭിചരിക്കൂല എന്ന് അയാൾ പറഞ്ഞു അവിടുന്ന്. ഇതാണ് ദൈവത്തിൻ്റെ പകിട്ട്. ശരിയായ രീതിയിലുള്ള ദൈവത്തിൻ്റെ പരിണതി ഇതായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മൂസാ നബി സക്കാത്തിന് പറഞ്ഞു ഖാറൂൻ്റെ അടുത്തേക്ക്. ഖാറൂൻ എന്ന് പറഞ്ഞാൽ ആരാ? മൂസവി ശരിയാത്തിലെ 2ാം റാങ്കുകാരനാണ്. 2ാം റാങ്ക്. തൗറാത്തിനെ കുറിച്ച് ഏറ്റവും അറിയുന്ന ആൾ ഫസ്റ്റ് റാങ്ക് മൂസാ നബിയാണ്, സെക്കൻഡ് റാങ്ക് ഖാറൂനാണ്. മൂസാ നബിയുടെ കുടുംബമാണ്. പക്ഷേ അവൻ വഴങ്ങിയില്ല സക്കാത്തിന് ചോദിച്ചപ്പോൾ. ഇന്നമാ ഊത്തീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ സാമർത്ഥ്യം കൊണ്ട്. ഞാൻ ലണ്ടനിൽ പോയി MBA പാസ്സായതുകൊണ്ടെന്ന് നമ്മൾ ആൾക്കാർ പറയുന്നത് എന്നതുപോലെ MBA ഇവിടെ കൊണ്ട് ഞാൻ ലണ്ടനിൽ പോയി MBA പാസ്സായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൽ സക്സസ് ആയത്. പക്ഷെ മൂസാ നബിക്ക് തന്നെയായിരുന്നു ജയം സമൂഹത്തിനിടയിൽ.
ഇവനത് തീരെ അസഹനീയമായി. ഹാറൂന് അവനൊരു വ്യഭിചാരിണിയെ വിലക്കെടുത്ത് മൂസാ നബിക്കെതിരെ ദുരാരോപണം നടത്തി. മൂസാ നബി ദ്വാരുന്നു. വളരെ ചുരുക്കിയ പറഞ്ഞ സംഭവം. പഠിച്ചവന് ജോലി പരിഹാരം ഉണ്ടാക്കി തരണം. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. ഒരു നയാ പൈസൻ്റെ ഉപകാരം ഉണ്ടായില്ല. അവൻ്റെ ദുന്യാവും അവൻ്റെ സമ്പാദ്യം അവൻ്റെ കയ്യിലുള്ള പണമൊന്നും. അപ്പോൾ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ അവരെ വഴിക്ക് മുന്നോട്ട് പോകണം. അതിന് പ്രതികൂലമായി പ്രാതികൂല്യങ്ങൾ പ്രതിസന്ധികൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് പരിഗണിക്കേണ്ടതില്ല. അപ്പോഴേ ദഅവത്ത് വിജയിക്കുള്ളൂ. ഇപ്പം ദഅവത്ത് അനിവാര്യമാണ് എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ചില നേതാക്കൾ ആലോചിച്ചു. 21-ാം നൂറ്റാണ്ട് വരാൻ പോവാണ്. ഇതിൻ്റെ മുസീബത്തുകളുടെ ലക്ഷണങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ഇന്നിവിടുത്തെ നിരീശ്വരവാദികൾ പെറ്റുപെരുകി, ലിബറലിസ്റ്റുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ സൗകര്യങ്ങൾ വന്നു ആർക്കും എന്ത് അബദ്ധവും പുലമ്പാം. ഏത് വലിയ നേതാവിനെയും അവഹേളിക്കാം, ചിത്രവധം ചെയ്യാം. ദീനിനെ ശരിയായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരു പണ്ഡിത തലമുറയെ തയ്യാറാക്കണമെന്നാണ് ഈ പണ്ഡിതന്മാർ ചിന്തിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ മെമ്പർമാരായിരുന്ന ഉസ്താദ് CH ഹൈദറൂസ് മുസ്ലിയാർ, ഉസ്താദ് MM ബഷീർ മുസ്ലിയാർ, വിദ്യാഭ്യാസ ബോർഡ് മെമ്പറായിരുന്ന ഇദ്ദേഹത്തിൻ്റെ വന്യ പിതാവ് കൂടിയായ ഡോക്ടർ U ബാപ്പുട്ടി ഹാജി, ഈ മൂന്നാളുകളായിരുന്നു ഈ സംഘത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ച് നൽകപ്പെടുന്ന ഒരു പണ്ഡിത വിഭാഗം തയ്യാറാക്കപ്പെടണം എന്നാണ് അവർ ദീർഘദർശനം ചെയ്തത്. രണ്ട് വിഭാഗം വിദ്യാഭ്യാസവും നൽകപ്പെടുന്ന ഒരു പണ്ഡിത വിഭാഗം. ഹിജ്റ വർഷം 1406 ശവ്വാൽ 17-ന് ദാർഹുദയിൽ പഠനം തുടങ്ങി. അതിൻ്റെ 2 വർഷം മുമ്പ് ബിൽഡിംഗ് നിർമ്മാണം, ഭൂമി തയ്യാറാക്കാറ് നടന്നു. മൂവായിരത്തിലധികം യുവ പണ്ഡിതന്മാർ പുറത്തിറങ്ങി സ്ഥാപനത്തിൽ നിന്ന്. അവരുടെ സ്ഥാനപ്പേര് ഹുദവീന, കേരളൈറ്റ്. ഫിലിപ്പീൻസ്, ഫിലിപ്പിനോ, ദാറുൽ ഹുദ, ഹുദവി. സ്ഥാപനവുമായി നാടുമായിട്ടുള്ളൊരു കണക്ഷൻ പല കോലത്തിലുള്ള പദങ്ങൾ. ഹുദവികൾ എന്നാണ് ദാറുൽ ഹുദ. അപ്പോൾ ഇവിടുത്തെ ഈ ഉസ്താദന്മാരൊക്കെ ഹുദവികളാണ്. ദാറുൽ ഹുദയിലെ 12 കൊല്ലത്തെ വ്യവസ്ഥാപിത വിദ്യാഭ്യാസം. 12 കൊല്ലം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം അവർ സ്കൂളിലും മദ്രസയിലും പഠിച്ചിട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലത്തെ സെക്കൻഡറി, 2 കൊല്ലത്തെ ഹയർ സെക്കൻഡറി, 3 കൊല്ലത്തെ ഡിഗ്രി, അവസാനം 2 കൊല്ലത്തെ PG. ഇതിൽ ഇസ്ലാമിക വിഷയങ്ങൾ നമ്മളെ പള്ളി ദർസ അറബി കോളേജുകളിൽ എന്തെല്ലാം പഠിക്കപ്പെടുന്ന വിഷയങ്ങളെന്ന് മുഴുവൻ ആ ഗണത്തിൽ കുറച്ച് അധികമുണ്ടോ. ഉദാഹരണം ഇസ്ലാമിക ചരിത്രം നമ്മുടെ പള്ളി ദർസിലൊന്നും ഉണ്ടാവില്ല, ദാറുൽ ഹുദ സിലബസിലുണ്ട്. അറൂദ് ഖവാഫി വേറൊരു ഉദാഹരണം. പള്ളി ദർസിൽ അറബി കോളേജുകളിൽ സിലബസിലില്ല, ദാറുൽ ഹുദയിൽ അതുണ്ട്. പിന്നെ സെക്യുലർ സബ്ജക്റ്റ് സ്കൂളുകളിൽ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന വിഷയം അതും ദാറുൽ ഹുദയിൽ പഠിപ്പിക്കും. അതിൻ്റെ അളവ്, രീതി, ശൈലിയൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ദാറുൽ ഹുദയിലെ 12 കൊല്ലത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ അയാൾക്ക് ഹുദവി ബിരുദം നൽകും. പക്ഷെ പഠനം പൂർത്തിയാക്കി 2 കൊല്ലം കഴിഞ്ഞിട്ടേ ബിരുദം നൽകുള്ളൂ. 2 കൊല്ലം അയാൾ വൈജ്ഞാനിക, സാമൂഹിക, സാമുദായിക സേവനം ചെയ്യണം. അപ്പോഴേക്ക് അയാൾ PG പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രി, ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി, സർക്കാർ അംഗീകരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും അയാൾ കരസ്ഥമാക്കി. അതാണൊരു ഹുദവി എന്ന് പറഞ്ഞാൽ. ഏറ്റവും ചുരുങ്ങിയത് ഇയാളെ കയ്യിൽ സർക്കാർ കോളേജിൻ്റെ ഡിഗ്രി ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് PG ഉള്ളവർ, MPhil ഉള്ളവർ, PhD ഉള്ളവർ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയവരൊക്കെ കൂടുതലുണ്ട്.
ഇവർക്ക് അൽഹംദുലില്ലാ ആധുനിക യുഗത്തിൻ്റെ ആധുനിക സമൂഹത്തിൻ്റെ മുഖച്ഛായ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി മുഖച്ഛായ മാറ്റാനുള്ള കഴിവ് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ലഭ്യമായിട്ടുണ്ട്. അതാണ് ദാറുൽ ഹുദ സിസ്റ്റം. അതിൽ പഴയ കാലത്തുള്ള മാതിരി പള്ളിയിൽ ഖത്തീബായി, മുദരിസായി, ഖാദിയായി, ഖത്തീബായി, സദർ മുദരിസായി, അറബി കോളേജ് പ്രിൻസിപ്പളായി ഇലാ ആഖിരിഹ അങ്ങനെ സേവനം ചെയ്യണവരുണ്ട്. അവർക്ക് സേവനം ചെയ്യാൻ പറ്റാത്തൊരു മേഖല ഇല്ല എന്നുള്ളതാണ് വസ്തുത. അധ്യാപകർ, മാഷന്മാർ, പ്രൊഫസർമാരൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവർ, കോളേജിൽ പഠിപ്പിക്കുന്നവർ, യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നവർ. കേരളത്തിൽ 4 യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ. അവിടെയൊക്കെ ഹുദവികൾ അധ്യാപകരായിട്ടുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിൽ 2 ഹുദവികൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണ്. മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഹുദവികൾ അധ്യാപകരായിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് ഇടയിൽ അരിപ്ര ചോലാമലല്ല, ബഷീർ മാഷ നാട് പനങ്ങാങ്ങാനൊരു ഗ്രാമമാണ്. അരിപ്ര എന്ന് പറഞ്ഞ സ്ഥലം റോഡിന് പോകുമ്പോൾ കാണാം, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെയുള്ള മഹമ്മൂദ് ഹുദവി UK യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. നോട്ടിംഗ്ഹാം, എന്താ അതിൻ്റെ പേര്? ഇവിടുത്തെ ഹുദവിയൊക്കെ അറിയില്ല. അവിടെ പ്രൊഫസറാണ്. ഇതിന് മുമ്പ് അയാൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ പ്രൊഫസറായിരുന്നു. എന്താ ജാഫർ ആ സ്ഥലത്തിൻ്റെ പേര്? മഹമ്മൂദ് എവിടെ വർക്ക് ചെയ്യുന്നുവോ ആ സ്ഥലത്തിൻ്റെ പേര്? ദാറുൽ ഹുദയിൽ നിന്ന് ഉപരിപഠനത്തിന് പോയി മൊറോക്കോവിലേക്ക് ഒരു ജുമാൻ്റെ ആൾക്കാരെ പോയിരുന്നു. 40 ആള്. പോരാനും വരാനുള്ള ടിക്കറ്റ്. ഇപ്പോൾ ഒരു മാസം അവർ ഇടവേളയിൽ ലീവിന് വന്നിരുന്നു. ആ യാത്രക്ക് പോകാനുള്ള ടിക്കറ്റ് അവിടുത്തെ രാജാവാണ് സ്ഥാപനത്തിൻ്റെ മേധാവി. രാജകീയമായ സൗകര്യങ്ങളോടുകൂടി 40 പേര് ഉപരിപഠനം നടത്തുക മൊറോക്കോവിൻ്റെ തലസ്ഥാനമായ റവാത്തിൽ. US, അമേരിക്കയിൽ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ പോയ ഹുദവികളുണ്ട്, ഒന്നിലധികം ആൾക്കാർ. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി മലേഷ്യ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് അവിടെ. അവിടുത്തെ മീഡിയം ഇംഗ്ലീഷാണ്. കാരണം മലേഷ്യയുടെ ഭാഷ മലായിയാണല്ലോ, പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ല. അറബി എന്ന് പറഞ്ഞാൽ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കേ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് അവിടുത്തെ മീഡിയം ഇംഗ്ലീഷാണ്. 2 ഹുദവികൾ അവിടെ ഉസ്താദ്മാരാണ്. ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കല്ലേ. അങ്ങനെ ഒരുപാട്. അതാണ് ഞാൻ അവരെ അൺഫിറ്റായ ഒരു ഫീൽഡും ഉണ്ടാവും. എല്ലാ ഫീൽഡും അവർ ഫിറ്റാണ്. സാമുദായിക സേവനം, സാമൂഹിക സേവനം, വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനം, ഇങ്ങനെ ബഹുമുഖ സേവനങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഹുദവികളുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾ വിചാരിക്കൽ ഈ വെളുത്ത തുണി കുപ്പായം തൊപ്പിയിട്ടാൽ അവരെ പിന്നെ ഇതിനൊന്നും പറ്റൂല എന്ന്. എല്ലാവരും അല്ല, ചില ആൾക്കാരൊക്കെ അങ്ങനെയില്ല. നല്ല പഠനോത്സുകരായ ആളുകളാണ് ഇന്ന് തിരഞ്ഞെടുക്കുക. 4000+ അപ്ലിക്കൻസ് അപേക്ഷകന്മാർ വന്നതിൽ നിന്ന് 1000+ കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുത്തത്. അത്രയും സീറ്റുള്ളൂ നമ്മളെ കയ്യിൽ. ഫുൾ ഫ്രീയാണ്. ട്യൂഷൻ ഫീസ് വകയിലോ ഹോസ്റ്റൽ ഫീസ് വകയിലോ മറ്റു വിദ്യാഭ്യാസ ചെലവുകൾ വകയിലോ ഒരു ഫീസും അവർക്കില്ല. ഒന്ന് പഠിച്ചാൽ മതി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ വിവിധ പോസ്റ്റുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മാസവും 2.5, 3, 3.5, 4 ലക്ഷം ഇന്ത്യൻ രൂപ വരെ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുണ്ട് ഓരോ മാസവും.
അപ്പം ഇതാണ് ദാറുൽ ഹുദയുടെ സവിശേഷത എന്ന് നിങ്ങൾ ബഹുജനങ്ങളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റികളുമായി, നമ്മുടെ പ്രസ്ഥാനങ്ങളുമായി, ദീനുമായി ഒക്കെ ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകം നിങ്ങൾ ഉണർത്തണം. നമ്മളെ കുട്ടികളെ കാര്യം ബേജാറാണോ ആകുമോ എന്ന് എല്ലാവർക്കും ആശങ്ക ഉണ്ടാവുമല്ലോ. ആശങ്ക വേണ്ട. ഒരു പണത്തൂക്കം മുന്നിലായിരിക്കും ദാറുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടി. മഹാരാജാസിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടി, അവൻ MA ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തത്. എങ്കിലും ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അവന് കഴിഞ്ഞോളന്നില്ല. ഹുദവി ഇംഗ്ലീഷിൽ പ്രസംഗിക്കും എന്ന് മാത്രമല്ല, പൗരാണിക വിഷയങ്ങൾ വേണമെങ്കിൽ അതും പറഞ്ഞോളും. ആധുനിക കറൻറ്റ് ഇഷ്യൂസ് പ്രസംഗത്തിൻ്റെ പ്രമേയമാക്കണമെങ്കിൽ അതിനും അവന് കഴിയും. നമ്മൾ ദാറുൽ ഹുദ രക്ഷിതാക്കളുടെ യോഗത്തിൽ പറയാറുണ്ട്, നിങ്ങളുടെ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന കുട്ടിയും അവൻ്റെ മൂത്തതോ ഇളയതോ ആയ ഒരു കുട്ടിയും തമ്മിൽ നിങ്ങൾ സ്വയം മത്സരിപ്പിച്ചു നോക്കൂ. കാരണം ദാറുൽ ഹുദയിലെ പഠനം ഉദ്യോഗം കിട്ടാനോ ഭൗതിക സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനോ അല്ല. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അവന് ശരിയായ നിലക്ക് പഠിക്കണം. അവൻ ഇംഗ്ലീഷ് ശരിക്കും പഠിക്കും, അറബി ശരിക്കും പഠിക്കും, ഉറുദു ശരിക്കും പഠിക്കും. ആ ഭാഷകളിലൊക്കെ കയ്യെഴുത്ത് മാസികകളിൽ അവൻ ലേഖനം എഴുതും, അവൻ പ്രസംഗിക്കും. അതിനൊക്കെയുള്ള പരിശീലനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതേസമയം ജമാഅത്തുകൾ കൃത്യമായി ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കണം. റവാത്തിബ് മുമ്പും പിമ്പുള്ള റവാത്തിബുകൾ നിസ്കരിക്കണം. രാത്രി ഹദ്ദാദ് ചൊല്ലും. ഇടയ്ക്കുള്ള ചില വെള്ളിയാഴ്ചകളിലൊക്കെ അത്താസ് റാത്തീബ് എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് പോലുള്ള വേറൊരു റാത്തീബുണ്ട്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ അവർക്ക് നൽകപ്പെട്ടുകൊണ്ട് അതിനുള്ള പഠന താമസ സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടിക്കും ഓരോ ബെഡാണ്. ഇരട്ട ബെഡില്ല, അത് മേലുള്ള. കൃത്യസമയത്തിന് ക്ലാസ്സിൽ ഹാജരാകാൻ വേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഈ ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കണം. ഏറ്റവും അധികം ഈ യൂറിനൽസ് അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് ഉള്ള സ്ഥാപനങ്ങൾ ദാറുൽ ഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങളുമായിരിക്കും. എന്താണ് കണ്ടീഷൻ നമ്മൾ പറയും, 7:40 ഫസ്റ്റ് ബെല്ലടിക്കും രാവിലെ. അപ്പോഴേക്ക് അവൻ്റെ കുളിയും പ്രാഥമിക ആവശ്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കണം. അതിന് സഫിഷ്യൻറ്റ് ബാത്റൂമുകൾ വേണം, ടോയ്ലറ്റ്സ് വേണം. അപ്പം അത്ര അധികം ഉണ്ടാക്കിയാലേ ബാക്കിയുള്ള സമയത്തൊക്കെ അത് ഒഴിഞ്ഞെടുക്കൂല എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കും. അത് ഇബ്ലീസിൻ്റെ ഭാഗത്തുണ്ടാണ് വഹ്യ. നമ്മളെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ചെറിയ കുട്ടി ഉണ്ടാവും. ആ വീട്ടിലുണ്ടാവും 3-4 കക്കൂസ്, ടോയ്ലറ്റ്സ്. 2 അധികമല്ലേ എന്ന് വെച്ചാൽ അതാ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനും. ഉദാഹരണം, അല്ലെങ്കിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ രോഗിയായി കിടക്കുന്ന ആ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു കക്കൂസ് സംവിധാനം. അങ്ങനെ അയാളത്തെ ന്യായീകരണം ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള സമയമൊക്കെ ഒഴിഞ്ഞെടുക്കുക ചെയ്യുക. അങ്ങനെ ആരും കണക്കൂട്ടില്ല. അപ്പം അതാണ് ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹ്യാണത്. അങ്ങനെ 7:40 ഫസ്റ്റ് ബെൽ അടിച്ചാൽ അസറിന് ശേഷം 4 മണി 10 മിനിറ്റ് വരെ ക്ലാസ്, 9 പീരീഡ്. ഈ 9 പീരീഡൊക്കെ ഇങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയുമോ? എൻ്റെ കുട്ടീനെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കണില്ല എന്ന് ചിലപ്പോൾ ആരെങ്കിലും വയത് പറഞ്ഞു തരും. കുട്ടീനെ അങ്ങോട്ട് അയക്കാൻ ആലോചിച്ചാൽ കുട്ടിക്ക് ദുർവാഹമാകില്ല. അതിനാണ് ഈ കുട്ടികളെ 4000 ആളെ റിട്ടേൺ പിന്നെ ഓറൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ 1/4, 4/1 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. 9 പീരീഡ് കുട്ടിക്ക് കേസ് ചെയ്യാൻ കഴിയും. 40 കൊല്ലം ദാറുൽ ഹുദ അങ്ങനെ നടന്നത്. ഇപ്പോൾ 40ാം വാർഷികം ഇൻഷാ അല്ലാഹ് 2025 ജനുവരി 10, 11, 12 തീയതികളിൽ നടത്താൻ പോകണം. നിങ്ങൾ സൗകര്യപ്പെടുന്ന ആൾക്കാരൊക്കെ പങ്കെടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംവിധാനം. അപ്പം ഇതിങ്ങനെ 21ാം നൂറ്റാണ്ടിൽ പുതിയതായിട്ടുണ്ടായതല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞമാരുള്ള ആരെങ്കിലും ആളുകൾ ദുർബോധനം നടത്തണം. ഇബ്ലീസിൻ്റെ ദുർബോധനമായിരിക്കും. ഇബ്ലീസ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും. അബൂ ഹുറൈറക്ക് ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്തു, അതിൻ്റെ ഫളീലത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഇബ്ലീസ്. സംഗതിയൊക്കെ ശരിയായിരുന്നു. തൽക്കാലം അവൻ്റെ ലക്ഷ്യം അബൂ ഹുറൈറയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടലാണ്. അത് നേടുകയും ചെയ്തു. എന്നതുപോലെ ഇബ്ലീസ് ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന ഉപദേശങ്ങൾ തരും.
കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ അവരിൽ മഹാഭൂരിഭാഗം ആളുകൾ അവരവരുടെ കാലത്ത് ഏതെല്ലാം ശാസ്ത്രശാഖകൾ നിലവിലുണ്ടായിരുന്നോ അത് മുഴുവൻ ഗ്രന്ഥരചന നടത്തിയ ആൾക്കാരാണ്. വെറും ബുഖാരി മുസ്ലിമും ഖുർആനും ഹദീസും മാത്രമല്ല അവർ പഠിച്ചത്, അവർ ശുഗലായത്. നിരവധി ഫന്നുകളിൽ നിരവധി പണ്ഡിതന്മാരെ തെളിവാണ്, ഞാൻ വിശദീകരിക്കണം. ഞാൻ ഉദാഹരണമാണ് ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി 1505 വഫാത്തായ ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി 1505, 500 കൊല്ലം കഴിഞ്ഞു. തൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ ഫന്നുകളിലും വിഷയങ്ങളിലും അദ്ദേഹം ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്, കണക്കിലൊഴികെ എന്ന് ഇപ്പം നിങ്ങളോട് പറയേണ്ടത് ഞാൻ ആ അമാനത്ത് കീപ്പ് ചെയ്തത്. ചിലപ്പോൾ ചിലത് വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും. കണക്ക് എന്തോ എനിക്ക് പിടി കിട്ടണില്ല എന്ന് ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണക്ക് എന്ന വിഷയത്തിലേക്ക് ഞാനങ്ങനെ ചിന്തിക്കാനോ ആലോചിക്കാനോ തുടങ്ങിയാൽ ഞാനൊരു മല കയറുന്ന മാതിരി എനിക്ക് തോന്നുക. ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തി? അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതിയുണ്ടാക്കി രചിച്ച കിതാബുകളുടെ എണ്ണം 972. അതിങ്ങനെ ചെറിയ ചെറിയ ഏടുകളല്ല. 10, 12, 20, 25, 40 വാർഡിലുള്ള ജമ്മുൽ ജവാമിയ വരെയുണ്ട് അതിൽ, ആ കിതാബുകളിൽ. ജമ്മുൽ ജവാമിയ എന്ന് പറഞ്ഞാൽ ഹദീസുകളുടെ ഒരു ക്രോഡീകരണം. 40 വാർഡിലാണ്. ഒരു മനുഷ്യൻ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കണ്ടേ? അത് എച്ചടി യന്ത്രം കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പാ. എന്നിട്ടും തൻ്റെ ഇമാം അവരുടെ കിതാബുകളുടെ പ്രസിദ്ധി വിശാലമായ മേഖലകളിലെത്തി. ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഒരു മുസ്ലിം രാജാവ് ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തിയുടെ ഒരു കിതാബിൻ്റെ പകർപ്പെടുക്കാൻ ഇവിടെ നിന്ന് തൻ്റെ മന്ത്രിയെയും സഹായികളെയും ഈജിപ്തിലേക്ക് അയച്ചു എന്ന ചരിത്രത്തിലുള്ളത്. ഞാൻ പറഞ്ഞത് പൂർവ്വകാലത്തുണ്ടായിരുന്ന പൂർവിക നൂറ്റാണ്ടുകാരായ പണ്ഡിതന്മാർ അവരവരുടെ കാലത്തുണ്ടായിരുന്ന എല്ലാ വിജ്ഞാന ശാഖകളിലും ഗ്രന്ഥരചന നടത്തിയിരുന്നു. അപ്പോൾ കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, എക്കണോമിക്സ്, ജിയോഗ്രഫി, വൈദ്യശാസ്ത്രം ഒക്കെ അതിൽ വരും. അങ്ങനെയുള്ള വേണ്ടത്. റബ്ബന ആതിന ഫിദ്ദുന്യ എന്ന് ദ്വാരക്കാൻ കൽപ്പിക്കപ്പെട്ടവർ. ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന. ദുന്യാവിൽ നന്നായി ജീവിക്കാൻ ദുന്യവിയായ വിദ്യാഭ്യാസ വിജ്ഞാന ശാഖകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ അപമാനിതരാവില്ല. നിങ്ങൾക്ക് ഗോളശാസ്ത്രത്തിൽ ഒരു പിടിപാടുള്ള പണ്ഡിതന്മാരെ നിങ്ങളെ കൂടുതലില്ല എന്ന് പറയും. ഉദാഹരണം അല്ല, എല്ലാവരും മുന്നിൽ മുസ്ലിമുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ കഥ, അങ്ങനെയാണ് ചരിത്രം. യൂറോപ്പിലേക്ക് ശാസ്ത്രം എത്തിയതിന് മുസ്ലിങ്ങളിലൂടെയാണ്. യൂറോപ്പിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. നബി തങ്ങളുടെ കാലത്ത് തന്നെ ആഫ്രിക്ക വൻകരയുമായി ബന്ധമുണ്ടായിരുന്നു, ഇസ്ലാമിക ബന്ധങ്ങൾ. മൊറോക്കോവിലും എത്തി ഇസ്ലാം. മൊറോക്കോവിൽ നിന്ന് മധ്യധരണ്യാഴിയിൽ ഒരു കടലെടുക്കുന്നുണ്ട്. 13 കിലോമീറ്റർ അതിൻ്റെ വീതി. 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ കടന്നാൽ സ്പെയിനായി, ജബൽ താരിഖായി, ജിബ്രാൾട്ടറായി, പോർച്ചുഗലായി. ആ വഴിയിലൂടെയാണ് ഇസ്ലാമിക വിജ്ഞാനം യൂറോപ്പിൽ എത്തിയത്. യൂറോപ്യന്മാർക്ക് ഇസ്ലാമിക വിജ്ഞാനങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അന്തസ്സ് നമുക്ക് തിരിച്ചു പിടിക്കണം. ഏത് നൂറ്റാണ്ടിലും ദീനിൻ്റെ ഇസ്സത്തിന് എന്നും ഒരേ റാങ്കാണ്. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ധാരാളം വലിയ വലിയ ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അതിനകത്ത് കണക്കുണ്ടോയെന്നറിയാം. യൂറോപ്പിലും അമേരിക്കയിലും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. യൂറോപ്പിൽ ഏറ്റവും അധികം ഇസ്ലാമിലേക്ക് വരുന്നത് ഫ്രാൻസിലും UK-യിലും. വലിയ വലിയ പള്ളികളുണ്ട് അവിടെയൊക്കെ.
ഇസ്ലാമിക് സെൻ്ററുകളുണ്ട്, ലൈബ്രറികളുണ്ട്, മുഫ്തിമാരുണ്ട്. ലൈബ്രറികൾക്ക് മുഫ്തിമാരുണ്ടാവും, അഥവാ ഇസ്ലാമിക് സെൻ്റർ, അവിടെ ലൈബ്രറി ഉണ്ടാവും, ഒരു മുഫ്തി ഉണ്ടാവും. ആ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പറ്റി അന്വേഷിക്കാൻ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഷഹാദത്ത് കലിമ വേണ്ടി വന്നാൽ ചൊല്ലിക്കൊടുക്കാൻ. ഒരു സ്പർദ്ധയും അവിടെ ഇല്ല. ഇപ്പം നമ്മളവിടുന്ന് പോയ ചില ആൾക്കാരങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. അത്രേ ഉള്ളൂ. എല്ലാവരും മനുഷ്യരാണ്, അവർക്ക് ഇഷ്ടമുള്ള ചിന്താഗതിയ മാർഗം ദീന് അവർ തിരഞ്ഞെടുത്തോട്ടെ എന്നാണ് പാശ്ചാത്യാന്വേഷണം. നമ്മളവിടെയാണ് വലിയൊരു സങ്കുചിതത്വം. ഹൈദരാബാദിലെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു ഹുദവി ഉച്ചക്ക് 1 മുതൽ 2 മണി വരെയുള്ള 1 മണിക്കൂർ സമയം ഉച്ചഭക്ഷണത്തിന് ആളാവും. ഉച്ചഭക്ഷണവും നിസ്കാരവും കഴിച്ചു. അത് ഒരു ദിവസം അവൻ്റെ മേലുദ്യോഗസ്ഥൻ കണ്ടു, അവനോടൊന്ന് പിരിച്ചു വിട്ടോളാം നിസ്കരിച്ചിൻ്റെ പേര്. ഇവിടുത്തെ പറ്റൂല. അവൻ പറഞ്ഞു, എനിക്ക് നിർബന്ധമാണ്, ഞാൻ ഇവിടെ കമ്പനിയുടെ സമയത്തൊന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഉച്ച സമയത്ത് എനിക്കുള്ള മൗലികാവകാശമായ ഒഴിവ് സമയത്താണ് ഞാൻ നിസ്കരിച്ചത്. അത് നിസ്കരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ നിസ്കരിക്കും ചെയ്യും. എന്നാൽ പറ്റൂലാറ് പിരിച്ചു വിട്ടുന്ന ചുരുക്കം. ഈ അസഹനീയതയും അസഹിഷ്ണുതയും ഇസ്ലാമിലില്ലല്ലോ. ഏത് മനുഷ്യനോട് വർത്താനം പറയാൻ നല്ലത് പറയണമെന്നാണ് ഖുർആൻ പറയുന്നത്. വഖൂലൂ ലിന്നാസി ഹുസ്നാ. ഏത് മനുഷ്യനും നല്ല വർത്താനം പറയണം. മദീനയിലെ കാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു വേദക്കാര്, ജൂതന്മാര്, ക്രിസ്ത്യാനികൾ. ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും ഉദാത്തമായ വഴിയിലൂടെ വേണം നിങ്ങൾ വേദക്കാരുമായി ആശയ സംവാദം നടത്താൻ. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട, അതിൻ്റെ അപ്പുറം ഒരു മെച്ചമില്ല. അതിനാണ് അഹ്സൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ജനങ്ങൾ എല്ലാവർക്കും മതക്കാരനും വന്നല്ല, ഇത് ഏത് മതക്കാരനാണെങ്കിലും വർഗമാണെങ്കിലും മനുഷ്യനാണോ നന്നായി സംസാരിക്കുക. കാരണം മനുഷ്യനൊരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു മാന്യത ഉണ്ട്. വലഖദ് കറംനാ ബനി ആദം. ഒരു മുസ്ലിം പറഞ്ഞാൽ ആരാ? ഇന്ന് ലോകത്തുള്ള ചിത്രം മുസ്ലിം പറഞ്ഞ തീവ്രവാദി എന്നാണ്. അത് താടിക്ക് കുറച്ചുകൂടി നീളമുണ്ടായാൽ പിന്നെ പറയും. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന ആളാണ് ഹിറ്റ്ലർ. അയാൾ വർഗീയവാദിയല്ല. നാഗസാക്കിയിലും മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ, ഹിരോഷിമയിലും ബോംബിട്ടവര് തീവ്രവാദികളല്ല. ലോകത്തെ ഏറ്റവും മുന്തിയ ആൾക്കാരാണ്. സെർബിയയിൽ യുദ്ധം അഴിച്ചു വിട്ടത് തീവ്രവാദികളല്ല, യൂറോപ്യന്മാരാണ്. അതുകൊണ്ട് അവർ തീവ്രവാദികളാണ്. മുസ്ലിമാണെങ്കിൽ തീവ്രവാദിയാണ്. ഇത് തിരുത്തേണ്ടത് ആരാ? മുസ്ലിമീങ്ങളാണ് തിരുത്തേണ്ടത്. ആൾക്കാർ നേരമില്ല, ആൾക്കാരിന് ഒഴിവുമില്ല, അങ്ങനെ താല്പര്യമില്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് കരുതിയിട്ടാണ് 21-ാം നൂറ്റാണ്ടിന് പ്രസക്തമായ ആവശ്യമായ ഒരു സിലബസ് പഠിപ്പിക്കപ്പെടുന്നൊരു പണ്ഡിത വിഭാഗം ഉണ്ടാകണമെന്ന് ദാറുൽ ഹുദായുടെ നേതാക്കൾ, ദാറുൽ ഹുദായുമായി അതിൻ്റെ സ്ഥാപനത്തിലും തുടർന്നുള്ള ഈ 40 വർഷത്തെ പ്രവർത്തനങ്ങളിലും സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യും. അങ്ങനെ നമ്മുടെ നാടും മാറ്റം വരും. അതിനും തെളിവ് നമ്മളടുത്ത് ഒരുപാടുണ്ട്. ഇപ്പം പറയാൻ സമയമില്ല. KC ഉസ്താദ് ഞാൻ 1 മണിക്കൂർ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പോകാൻ വയ്യാതായിരുന്നു. ബംഗാളിലെ ആസാമിലൊക്കെ നമ്മൾ ചെന്നു. അവിടെ സ്ഥാപനം ഉണ്ടാക്കിയ ഓഫ് ക്യാമ്പസ്, ദാറുൽ ഹുദായുടെ ഓഫ് ക്യാമ്പസുകൾ 5 സംസ്ഥാനങ്ങളിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ആന്ധ്ര, ആസാം, ബംഗാൾ, കർണാടക, മഹാരാഷ്ട്ര. ബിൽഡിംഗ് ഉണ്ടാക്കിയത് നമ്മളാണ്. ഇതുപോലുള്ള സുന്ദരമായ ബിൽഡിംഗ്. ഉസ്താദ്മാരെ ശമ്പളം കൊടുക്കുന്നത് ദാറുൽ ഹുദയാണ്. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുന്നത്, ചെലവ് വഹിക്കുന്നത് ദാറുൽ ഹുദയാണ്. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു തആല അങ്ങനെയാണ് മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചത്. അവർക്ക് റവന്യൂ അതിർത്തികളില്ല. മുത്തനബി വഫാത്തായി 1,15,000 സഹാബികൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി പുറത്തേക്ക് പോയി. ജസീറത്തുൽ അറബിലല്ല, ജസീറത്തുൽ അറബിൽ ആകെ 10,000-ൽ താഴെ സഹാബികളേ ഉള്ളൂ. 1.25 ലക്ഷം കഴിക്കണം. 10,000 സമം 1,15,000. എവിടെ പോയി? നമ്മളെ നാട്ടിൽ വന്നല്ലോ. അഴീക്കോട് വന്നു. കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയ അഴീക്കോട്.
തെക്കോട്ടും വടക്കോട്ടും പോയി പള്ളികൾ ഉണ്ടാക്കി ഖാദിമാരെ നിശ്ചയിച്ച അവർ പോയത്. ഇതിനൊന്നും ബില്ല് വൗച്ചറുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്, അത് ഞങ്ങൾ നിർവഹിക്കേണ്ടവരാണ് എന്നൊരു മനസ്സിലാക്കി. നമ്മളും അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ ഉസ്താദ് ഈ 3500 അല്ലെങ്കിൽ 15200 ഇതുകൊണ്ടൊക്കെ എന്താവാനാന്ന് വെച്ചാൽ അത് 40,000 75,000 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്ഥിതി നിങ്ങൾ തുലനം ചെയ്യണം. 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങുന്നു, കിട്ടുന്നിടത്തോളം വാങ്ങും. എല്ലാ തോന്നിയാസവും ചെയ്യും. നമുക്ക് കിട്ടുന്നതിൽ സ്വയം പര്യാപ്തത ഉണ്ടാകണം, അതാണ് വേണ്ടത്. സ്വയം പര്യാപ്തത ഉണ്ടാകുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തിനാരങ്ങനെ ഉരുട്ടി പരട്ടി നീട്ടി കാണിക്കാൻ പറ്റാത്തൊരു സാധനം. ബറക്കത്താറൊന്നുണ്ടല്ലോ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇഖ്ലാഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ചെരുപ്പ് ഊരണം. ഈ സ്ഥലത്തിൽ ഒരു പവിത്രതയുണ്ട്. വ്യക്തികൾക്കുണ്ട് പവിത്രത, സ്ഥലങ്ങൾക്കുണ്ട് പവിത്രത, പ്രദേശങ്ങൾക്കുണ്ട് പവിത്രത, സവിശേഷമായ സാഹചര്യങ്ങൾക്കുണ്ട് പവിത്രത. അതിനാണ് ബർക്കത്ത് പറയുക. അപ്പോൾ ആ കിട്ടണോണ്ടതിന് മതിയാവും. മറ്റേ 3 ലക്ഷം 5 ലക്ഷം. ഇപ്പോൾ സിനിമാ നടന്മാരും നടിമാരും നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരും എല്ലാ ദുർഗന്ധപൂരിതമായ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. ഈയിടെ എന്തായാലും പറയാം, അമേധ്യപ്പൊതിയുടെ ദുർഗന്ധം സമൂഹമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പൈസ കുറേ ഉണ്ടായതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ശാന്തമാവുകയില്ല, സന്തോഷപൂർണമാവുകയില്ല, സമാധാന നിർഭരമാവുകയില്ല, സ്വയം പര്യാപ്തത കൈവരികയില്ല. അതിന് തെളിവ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകമാണ്. പ്രവാചകന്മാർ മുഴുവൻ അതാണ് പഠിപ്പിച്ചത്. എത്ര പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ ശരി, മാ സഅൽതുകും അലൈഹി മിൻ അജ്രിൻ, ഒരു നയാ പൈസ ഇതിന് ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ കൂലി പടച്ചവൻ്റെ അടുത്തുണ്ട്. അവിടെ നിൽക്കാൻ കഴിയണം നമുക്ക്. ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് തരും. ഖുർആനിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയണം. അല്ലാഹു തആല പറഞ്ഞത് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിലുള്ള വിഹിതങ്ങൾ നമ്മൾ ഓഹരി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഖസംനാ എന്ന് പറഞ്ഞാൽ വിഭജനം പൂർത്തിയായി കഴിഞ്ഞാലാ പറയാം. മാദിയാഫിൽ പൂർത്തിയായി കഴിഞ്ഞു. അതവിടെ വരും. അപ്പം അത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക അതിപ്പോൾ ഉസ്താദ് നിങ്ങളിപ്പോൾ VC ആയതുകൊണ്ടൊക്കെ പറയല്ലേ. VC ആയതുകൊണ്ടെന്ന് ഇങ്ങനെയുള്ള അനുഗ്രഹ അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നു. എനിക്കത് നിങ്ങൾക്കത് ഗുണകരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. UAE ഒരു ഔഖാഫ് ഡയറക്ടർ കേരളത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 25 കൊല്ലം 30 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ അറബി പ്രസംഗം പരിഭാഷപ്പെടുത്തിയതെന്ന് ഞാനാണ്. അൽഹംദുലില്ലാ. അന്നങ്ങനെ അറബി ഭാഷയും പ്രസംഗം പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരൊന്നും അന്നില്ല. അങ്ങനെ ഞങ്ങൾ യോഗം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് ആരാധന ടൂറിസ്റ്റ് ഹോമിലായിരുന്നു അന്ന് ബുക്ക് ചെയ്തിരുന്നത്. പുതിയ ബിൽഡിങ്ങൊന്നും ഹോട്ടലൊന്നും അന്നില്ല. പല വർത്താനം പറഞ്ഞു കൊടുക്കേണ്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്ന് അൽഖാരിയത്ത് ഓദിക്കാം. അൽഖാരിയ ആദ്യത്തെ 3 ആയത്ത് ഓതിയപ്പോൾ മതിയാകും. അപ്പം ആ 3 ആയത്തിലുള്ള വാക്കുകളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയായിരിക്കും അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. 3 ആയത്ത് ഓതിയപ്പോൾ മതി പറഞ്ഞു. നീ അങ്ങോട്ട് പോരുക. അബുദാബിയുടെ മിന്തഖ ഷർഖിയിലെ ഔഖാഫ് ഡയറക്ടർ അദ്ദേഹം. നിനക്ക് ഞാൻ അവിടെ ഔഖാഫിൽ ജോലി തരാം. അപ്പം അദ്ദേഹം വെറുതെ നമ്മളങ്ങോട്ട് ഒരക്ഷരം സൂചന പോലും നൽകാതാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പം അദ്ദേഹം നമ്മൾ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ പെട്ടെന്ന് തട്ടി മാറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മയും ബാപ്പിയൊക്കെ ഉണ്ട്, ഉസ്താദന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ആലോചിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. അൽഹംദുലില്ലാഹ് ആ അവസരം, സുവർണാവസരം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേര് ഇന്ന് വരെ എനിക്ക് ഒരു നഷ്ടബോധം ഉണ്ടായിട്ടില്ല, ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല. ജാമ്യയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ്, ജാമ്യാനൂരി പോകുന്നതിന് മുമ്പ് എടക്കുളത്താണ് ഞാൻ ഓതിയിരുന്നത്. ഒരു മാഷ വീട്ടിലായിരുന്നു എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം. മാഷ എൻ്റെ സമവയസ്കനാണ്. അപ്പോൾ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ 20 വയസ്സാണതിന് മുമ്പേ എനിക്ക് സ്കൂൾ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. അദ്ദേഹം അത് അറിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഞാൻ അദ്ദേഹം നമ്മുടെ എടക്കുളത്തേനുള്ളൊരു സ്കൂൾ മാഷ, എന്നൊക്കെ ഞാൻ മാനേജറോട് പറഞ്ഞിട്ട് ഇവിടെ ജോലി വാങ്ങിത്തരാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കടലാസൊക്കെ തന്നാൽ മതി. അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ മറുപടി പറഞ്ഞു. അപ്പോൾ ഒറ്റ വാക്കപ്പോലും പറയാൻ കഴിയില്ലോ, ഉസ്താദന്മാരോട് ചോദിക്കണം, ഉമ്മയും ബാപ്പിയൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ആ ചാൻസ് നഷ്ടപ്പെടുത്തിയില്ല. എനിക്ക് ഒരു നഷ്ടബോധം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നമ്മളെ ഗൈഡ് പറഞ്ഞു, ഡോക്ടറേറ്റ് കിട്ടിയില്ല, എനിക്കിവിടെ പിന്നെ ആളെ കുറവുണ്ട്, പ്രൊഫസർമാരെ കുറവുണ്ട്, 1-2 ആളിലൊക്കെ താൽക്കാലിക പ്രൊഫസർമാരാണ്, എനിക്ക് സ്ഥിരം ഞാൻ ജോലി ശരിയാക്കി തരാം. മൂപ്പർക്ക് കഴിയും. കാരണം കുറേ കാലം 26 കൊല്ലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി സുസമ്മതനായിരുന്ന ഒരാളാണ്. അദ്ദേഹം അന്യനാട്ടുകാരൻ, യു.പി.കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതേ മറുപടി പറഞ്ഞു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാകാനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്നതിന് പേരിൽ എനിക്ക് ഒരു നഷ്ടബോധമോ കുറ്റബോധമോ ഉണ്ടായിട്ടില്ല. നമ്മളെ ചെറുപ്പത്തിലുള്ള വളർച്ച ആ രീതിയിലായതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആരോടും ചോദിക്കാതെ എനിക്ക് ഈ മറുപടി പറയാൻ കഴിഞ്ഞു, ആ മറുപടിയിൽ ഉറച്ചു നിൽക്കാനും കഴിഞ്ഞു എന്നാണ് ഞാനിത് പറയുന്നത്. നമ്മളൊക്കെ ആ നിലക്ക് ചിന്തിക്കാൻ തുടങ്ങാം. നമ്മളും ഈ ദുന്യവിയായ വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ നമ്മെ വിലയിരുത്തും. ഇയാളും ദുന്യാവിൻ്റെ ആളാണ്, ക്യാഷ് കിട്ടുന്ന എന്താ എവിടെ അത് ചെയ്യുന്ന ആളാണ് മനസ്സിലാക്കിയ പിന്നെ നമ്മൾ നിലവാരം പോയല്ലോ. നമുക്ക് അല്ലാഹു തആല വിധിച്ചത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ വായന നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. 5 നേരം പറയുന്ന സുന്നത്തുള്ളൊരു ദിക്റാണത്. നിസ്കാരം കഴിഞ്ഞാൽ പഠിച്ചവനെ നീ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്കും അത് പ്രതിരോധിക്കാനോ ഉപരോധിക്കാനോ കഴിയില്ല. മറിച്ച് നീ തരാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യമാണെങ്കിൽ ആർക്കും നേടിത്തരാനും കഴിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ അഖീദ, നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്റ്റാറ്റസ്, വിശ്വാസം. ഇവിടെ അടിയുറച്ചു നിൽക്കണം, അടിയുറച്ചു നിൽക്കണം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നതിൻ്റെ ആകെ ചുരുക്കം, അടുത്ത ചൊവ്വാലിൽ ഇവിടെ അഡ്മിഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ മഹല്ലത്തിൽ ഒരുപാട് സ്വാധീനം നിങ്ങൾക്ക് മഹല്ലത്തിലുണ്ടാവും. ഒന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, നിങ്ങളെ കമ്മിറ്റിയിലുള്ള ആളുകൾ, നിങ്ങൾ വന്ന മുതലേ സ്നേഹബന്ധമുള്ള ആൾക്കാർ, പിന്നെ ഒരു മഹല്ല ഖത്തീബ് എന്ന നിലക്ക് നിങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാർ, പല നിലക്ക് അന്യമതസ്ഥർ വരെ നിങ്ങളെ ബഹുമാനിക്കുന്നവരുണ്ട്, ഉറപ്പാണ്ടാവും. ഈ സ്വാധീനമൊക്കെ അള്ളാഹിൻ്റെ ദീനിന്, മുസ്ലിമിന്, ഇസ്ലാമിന് ഉപകാരപ്രദമായ വഴിക്ക് നമ്മൾ ചെലവഴിക്കണം. അള്ളാഹു ചെയ്തു തന്ന വലിയൊരു നിഅമത്താണത്, വലിയൊരു നിഅമത്താണ്. നിഅമത്താണെങ്കിലോ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഏത് നിഅമത്താണോ അള്ളാഹു നമുക്ക് ചെയ്തിട്ടുണ്ട്, ആ നിഅമത്ത് നമ്മൾ മുസ്ലിമീങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ, രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ, സൃഷ്ടികളുടെ സേവനത്തിന് ഉപയോഗപ്പെടുത്തണം. അപ്പം അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് ഇന്ന കഴിവ് നിഅമത്ത് തന്നിരുന്നു, നീ എന്തേ ചെയ്ത്, എവിടെ ചെലവഴിച്ചത്, വിനിയോഗിച്ചത്? ഞാൻ ഇന്നതിനൊക്കെ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെന്ന് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത അഡ്മിഷൻ ഉണ്ടായാലും ചൊവ്വാലാണ്. റമദാൻ 20-ൻ്റെ മുമ്പ് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം. ബറാത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാവും. അത് പത്രങ്ങളിൽ ഒരു അല്ലെങ്കിൽ ഉസ്താദ്മാരെ വിളിച്ചു ചോദിച്ചാൽ മതി. ഓൺലൈൻ രീതികളാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടു വരുന്നത്. നമ്മുടെ കുട്ടി 12 കൊല്ലം ഈ വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ചു വന്നാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നമുക്ക് ഉപകാരപ്പെടുന്നവനാകും. ഇനി നമ്മളെ മക്കളല്ല, അങ്ങനെ മക്കളില്ലാത്തൊരവസ്ഥയെന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഇപ്പം സ്വന്തം മക്കളൊക്കെ പഠിച്ചു പോയി, ഇതിനൊക്കെ പേരക്കുട്ടികളാണ്, അവരൊക്കെ ഓല വാപ്പാരാണ് നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാൻ പറ്റില്ല. നമ്മൾ ആ മദ്രസയിലെ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് അവർക്കൊരു വേദന കൊടുക്കണം, വെള്ളിയാഴ്ച ഒരു വേദന കൊടുക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന താലൂക്കിൽ, നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, എല്ലാ സംവിധാനവും സൗകര്യം ഇവിടെ ഉണ്ട്. അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളാണ്, നമുക്ക് പറയാൻ സമയം.
അപ്പോൾ ഇത് ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായി സ്ഥാപിതമായത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഈ വിജയം ഉണ്ടായത് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സ്ഥാപകന്മാരും ഒരു കാര്യത്തിലും ഒരു റിയാ അല്ലെങ്കിൽ സുമഅത്ത്, ഒരു ഭൗതിക ലാഭേച്ഛ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് 10,500+ വിദ്യാർത്ഥികൾ ദാറുൽ ഹുദ സംവിധാനത്തിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്ത് നേരത്തെ 4-5 സ്റ്റേറ്റ് പറഞ്ഞില്ല. കർണാടകയിൽ 3 സ്ഥാപനങ്ങൾ. ഒന്ന് ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസ്, 2 മാടന്നൂർ അല്ലെങ്കിൽ കാശിപട്ന എന്ന് പറയുന്ന 2 സ്ഥലത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ കമ്മിറ്റികൾ നടത്തുന്നത്. അതായത് അവിടെ ചിലവൊന്നും നമ്മൾ കൊടുക്കേണ്ട നടത്തും. ബോംബെയിൽ ഖുവ്വത്തുൽ ഇസ്ലാം അറബിക് കോളേജ് ഉണ്ട്. നമ്മുടെ ഓഫ് ക്യാമ്പസ് അവിടെ B1D-യുടെ അടുത്ത് തുടങ്ങി. ബോംബെ അഹമ്മദാബാദ് ഹൈവേ, എക്സ്പ്രസ് ഹൈവേയിൽ അവിടെ തുടങ്ങിയപ്പോൾ അവിടെ 3 ബാച്ച് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ വിജയകരമാകുന്നത് ഈ ഇഖ്ലാസിൽ അധിഷ്ഠിതമായി ഇതിന് തുടക്കം കുറിക്കപ്പെട്ടു എന്നതുകൊണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ തിങ്കളാഴ്ച എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും 2-ാം തിങ്കളാഴ്ച എക്സിക്യൂട്ടീവ് വെച്ചു.